സിനിമകളെ പോലും വെല്ലുന്ന അതിബുദ്ധിപരമായ ആസൂത്രണം. പോലീസിന്റെ കണ്ണു വെട്ടിക്കാൻ മൊബൈൽ ഫോൺ വിൽപ്പനയും സൈബർ സെല്ലിനെ കുഴയ്ക്കാൻ സ്വിച്ച് ഓഫ് തന്ത്രവും. ഒടുവിൽ കൊടും കാട്ടിലെ മലഞ്ചെരുവിൽ ടെന്റടിച്ചുള്ള താമസം. വീട്ടുകാരെയും പോലീസിനെയും 2 ദിവസം മുൾമുനയിൽ നിർത്തിയ കോഴിക്കോട് താമരശ്ശേരി സ്വദേശികളായ 3 സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒളിച്ചോട്ട നാടകം വയനാടൻ കാടുകളിൽ അവസാനിച്ചു. വെള്ളിയാഴ്ച രാത്രി വൈകി നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ സിനിമാ സ്റ്റൈൽ ചേസിംഗിനൊടുവിലാണ് 10ാം ക്ലാസ്സുകാരെയും സുഹൃത്തുക്കളായ 2 +1, +2 വിദ്യാർത്ഥികളും വലയിലായത്. 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയും +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന അവളുടെ 2 സുഹൃത്തുക്കളും ചേർന്നാണ് അതിബുദ്ധിപരമായ ഈ യാത്ര ആസൂത്രണം ചെയ്തത്. യാത്രയ്ക്കുള്ള പണം കണ്ടെത്താനായി ആദ്യം തന്നെ കൂട്ടത്തിലെ ഒരാളുടെ 10,000 രൂപ വരുന്ന സ്മാർട്ട് ഫോൺ താമരശ്ശേരിയിലെ ഒരു കടയിൽ 10,000 രൂപയ്ക്ക് വിറ്റു. പോലീസിന്റെ സൈബർ സെൽ തങ്ങളെ പിന്തുടരാതിരിക്കാൻ ബാക്കി 2 ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. ദിവസങ്ങളോളം ആരും അറിയാതെ കാട്ടിൽ തമ്പടിച്ച് ജീവിക്കാൻ ആവശ്യമായ ടാർപ്പായ അരി, ബ്രെഡ്, കത്തി, പാത്രങ്ങൾ എന്നിവയും ഇവർ മുൻകൂട്ടി കരുതിയിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പതിവ് പോലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് 15-കാരിയായ 10ാം ക്ലാസ്സുകാരി വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ ക്ലാസ് തുടങ്ങിയിട്ടും കുട്ടി എത്താതിരുന്നതിനെ തുടർന്ന് അധ്യാപകർ വീട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ സ്കൂളിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും കുട്ടിയുടെ സ്കൂൾ യൂണിഫോം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെയാണ് അതേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ 17-കാരനെയും അവന്റെ കൂട്ടുകാരനായ +1 വിദ്യാർത്ഥിയെയും കാണാനില്ലെന്ന വിവരവും പുറത്തുവരുന്നത്. കുട്ടികൾക്കൊപ്പം ഇവരുടെ 2 ഇരുചക്ര വാഹനങ്ങളും അപ്രത്യക്ഷമായിരുന്നു. തുടക്കത്തിൽ വഴിമുട്ടിയ അന്വേഷണത്തിൽ നിർണായകമായത് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ ഇടപെടലാണ്. സ്കൂളിന് സമീപത്തെ പറമ്പിൽ അസ്വാഭാവിക സാഹചര്യത്തിൽ ഈ 3 കുട്ടികളെയും കണ്ട അദ്ദേഹം മൊബൈലിൽ ഇവരുടെ ചിത്രം പകർത്തിയിരുന്നു. ഇത് സ്കൂൾ അധികൃതർക്ക് കൈമാറിയിരുന്നു. ഇതോടെ മൂവരും ഒപ്പമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ CCTV പരിശോധനയിൽ കുട്ടികൾ ഇരുചക്ര വാഹനങ്ങളിൽ ലക്കിടി ചുരം കടന്ന് വയനാട്ടിലേക്ക് പ്രവേശിച്ചതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ ഊർജിതമായ തിരച്ചിലിലാണ് വിദ്യാർത്ഥികൾ വയനാട് വടുവഞ്ചാലിലെ ചിത്രഗിരി ഭാഗത്തെ വനമേഖലയിലുണ്ടെന്ന സൂചന പോലീസിന് ലഭിക്കുന്നത്. കാട്ടിലെ 5 ഏക്കറോളം വരുന്ന കുന്നിന് മുകളിൽ ടെന്റടിച്ച് താമസിക്കുകയായിരുന്നു മൂവര്. വിവരമറിഞ്ഞ പോലീസും നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് കാട് അരിച്ചുപെറുക്കി. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ചിത്രഗിരി സ്കൂളിന് സമീപത്തെ കാട്ടിൽ വെച്ച് നാട്ടുകാർ ആദ്യം +1 വിദ്യാർത്ഥിയെ കണ്ടെത്തി. പോലീസ് സംഘം എത്തിയെന്നറിഞ്ഞതോടെ മറ്റ് 2 പേരും സ്കൂട്ടർ എടുത്ത് അതിവേഗം അവിടെ നിന്നും പാഞ്ഞു കളഞ്ഞു. എന്നാൽ നാട്ടുകാർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സിനിമാ സ്റ്റൈലിൽ സ്വന്തം വാഹനങ്ങളിൽ ഇവർക്ക് പിന്നാലെ പാഞ്ഞ നാട്ടുകാർ രാത്രി വൈകി പാടിവയലിന് സമീപം വെച്ച് ഇവരെ തടഞ്ഞു നിർത്തി പിടികൂടുകയാണ് ഉണ്ടായത്. തുടർന്ന് കുട്ടികളെ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച വിദ്യാർത്ഥികളെ ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു.